കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ കണ്ട വൈറലായിട്ടുള്ള ഒരു ദൃശ്യമുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള കാരണമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയമൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നടിമാരെയും നടന്മാരെയും ഒക്കെ തന്നെ, അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ക്ലബ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും വലിയ തോതിൽ വൈറലാവാറുണ്ട്. അങ്ങനെ വൈറലായത് നടി തപ്സി പന്നുവിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അത് വൈറലാകുന്നതിൻ്റെ കാരണം TV9 ഡൽഹിയിൽ വെച്ച് അവരുടെ ഒരു പ്രത്യേക ഷോ നടത്തിയപ്പോൾ അതിൽ തപ്സി പന്നു പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തപ്പോൾ ഈ ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് പേരുടെ ഫോട്ടോകൾ കാണിച്ചു. അതിലൊന്ന് നരേന്ദ്രമോദിയുടെ ആയിരുന്നു, രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു. അപ്പോൾ തപ്സി പന്നു വളരെ ഗംഭീരമായിട്ട് അത് അവതരിപ്പിച്ചു. അത് വലിയ വിമർശനവും ട്രോളുമായി മാറി. തപ്സി പന്നു ഈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഉടനെ തന്നെ ഓടിച്ചെന്ന് നരേന്ദ്രമോദിയെ തൊട്ടു. എന്നിട്ട് തപ്സി പന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ആ ചിരിയും അതുപോലെ ആക്ഷനും എല്ലാം തന്നെ നിങ്ങൾ കാണേണ്ടതാണ്, കാണാത്തവർ. അവർ പറഞ്ഞത് എനിക്ക് ഈ രാജ്യത്ത് ഇനിയും ജീവിച്ചു പോകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ രാജ്യത്ത് ജീവിച്ചു പോകാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇത് വൈറലാവുകയും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് സാധാരണ കാർട്ടൂണിലൊക്കെ കാണുന്നത് പോലെയുള്ള ആറ്റിക്കുറുക്കിയിട്ടുള്ള ഒരു വിമർശനമാണ് തപ്സി പന്നു നടത്തിയിട്ടുള്ളത്. തപ്സി പന്നു ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. പല ഘട്ടങ്ങളിലും അവർ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളൊക്കെ തന്നെ ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് സാധാരണ ആളുകളൊക്കെ ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഇതിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഇതിന് വലിയ പ്രത്യേകതകളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സാധാരണ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഇനി നരേന്ദ്രമോദിയെക്കുറിച്ച് എതിര് പറയാനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ എതിര് പറയാനോ ഒന്നും അവർക്ക് ഭയക്കേണ്ടതില്ല. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ തപ്സി പന്നു ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല നടിമാരും നടന്മാരും ഒക്കെ ആണെങ്കിലും, ഞാനിപ്പോൾ എല്ലാവരുടെയൊന്നും പേരുകളിലേക്ക് പോകുന്നില്ല, പല നടന്മാരും നടിമാരും ഒക്കെ ആണെങ്കിലും അവർക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ജീവിതത്തിലുള്ളവരാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ നടൻ പോലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപയൊക്കെ കിട്ടും, ഒരു സഹനടൻ, കുഴപ്പമില്ലാത്ത നടന് പോലും. അപ്പോൾ അത് പലപ്പോഴും 15 കോടിയും 20 കോടിയും ഒക്കെയാണ് വലിയ നടന്മാർക്കൊക്കെ തന്നെ ലഭിക്കുന്നത്. ആ 15 കോടിയും 20 കോടിയുടെയൊക്കെ ടാക്സ് ഒന്നും അവർ കൃത്യമായിട്ട് അടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ പകുതി വൈറ്റ് ആയിട്ടും പകുതി ബ്ലാക്ക് ആയിട്ടും മിക്കവാറും ഒരു ചെറിയ ശതമാനം മാത്രം വൈറ്റ് ആയിട്ടും ഒക്കെ മേടിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ പിടിക്കാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കുണ്ടാകും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അവർ എല്ലാറ്റിനോടും പലപ്പോഴും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളൊന്നും എന്ത് ചെയ്യില്ല, തുറന്നു പറയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർ പോലും ഒരു നിലപാട് തുറന്നു പറയില്ല. കാരണം അവരെല്ലാവരെയും വേണം എന്ന് പറയുന്ന ഒരു നിലപാടാണ് എടുക്കേണ്ടാവുക. അല്ലാതെ അവരൊരു കാരണവശാലും ഞങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുള്ളൊരു വാക്ക് പോലും പറയില്ല. ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ എറണാകുളം മാർക്കറ്റിനകത്ത് ഞാൻ ഒരു തവണ നടന്നു പോകുമ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു ദേശാഭിമാനി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ദേശാഭിമാനി ഞാൻ ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഞാൻ കൊടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ് ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇതേ അനുഭവം തന്നെ എനിക്ക് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ വായിക്കാറൊന്നുമില്ല എന്ന് ചോദിച്ചു. വായിക്കാറൊന്നുമില്ല സാറേ, പക്ഷേ 5 കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഞാൻ അങ്ങോട്ട് എടുത്തേക്കാണ്. കാരണം അവർ വന്ന് പറഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് പത്രം അവിടെ, അതായത് രാവിലെ കൊണ്ടുവന്ന് വെച്ച അതേ സ്ഥലത്ത് തന്നെ ഇത് വളരെ ഒരു തരി പോലും അഴുക്ക് പറ്റാതെ, ഒരു പൊടി പോലും പറ്റാതെ അവിടെ ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇത് തൊടാറ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പോലും നമ്മുടെ സാധാരണ കച്ചവടക്കാർ പോലും ഭയന്ന് കഴിയാണ്. അപ്പോൾ പിന്നെ വലിയ സമ്പത്തുള്ള വലിയ അസറ്റുള്ള ആളുകളെയൊക്കെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അതിലാകെ വലിയ ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉള്ളത് രാഹുൽ ബജാജിനെ പോലെയുള്ള ആളുകളാണ്. ഇപ്പം കങ്കണ റണൌത്തൊക്കെ എങ്ങനെയാണ് BJPയുടെ ആളായി മാറുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായി കാണുന്നതാണ്. ഇനി ഇതെല്ലാം പോട്ടെ, വലിയ തോതിൽ ഇപ്പോൾ കേരളത്തിലൊന്നും അങ്ങനെ പേടിക്കേണ്ട വലിയ അവസ്ഥയൊന്നുമില്ല. പക്ഷേ കേരളത്തിലുള്ള ഏതെങ്കിലും നടീനടന്മാർ പോലും ഇത്ര എക്സ്പ്ലിസിറ്റായി വളരെ സ്പഷ്ടമായി പ്രകടമായി അവരുടെ രാഷ്ട്രീയമൊക്കെ പറയാൻ മടി കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മടി കാണിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് വലിയ തോതിൽ ഈ ബോളിവുഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ പറയുന്ന തപ്സി പന്നു ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയും അതിനിശിതമായിട്ടുള്ള ഒരു ട്രോളിനേക്കാൾ വലിയ റീച്ച് കിട്ടുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു വിമർശനം നടത്തുകയും ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണാതെ പോയിക്കൂടാ. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധിയായി ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം,
2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ നേട്ടമുണ്ടാക്കിയതിന് ശേഷം 2024 വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരികയും യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ വിമർശനങ്ങൾ, അതും വസ്തുനിഷ്ഠമായ വളരെ കൃത്യമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വിമർശനങ്ങൾ, പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഉയർത്താൻ കഴിയാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ആളുകളൊക്കെ ഉയർത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അപ്പോൾ പോലും ബോളിവുഡും അതുപോലെ തന്നെ ഒരു ഗോദി മീഡിയ എന്നൊക്കെ വിളിക്കുന്ന മീഡിയകളും ഒക്കെ തന്നെ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ കൂടി ഉണ്ടാവുന്നു, വലിയ കൃത്യമായിട്ടുള്ള ചാട്ടുളി പോലെയുള്ള വിമർശനങ്ങൾ കൂടി ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ 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 നല്ല കാര്യമാണ്. അത്തരത്തിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിൻ്റെ വസ്തുതകളൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ സ്വാതന്ത്ര്യം വേണം. നരേന്ദ്രമോദിയോട് അത് എതിർക്കാൻ എനിക്ക് കഴിയില്ല. നരേന്ദ്രമോദി ഇഷ്ടമാണെന്ന് പറഞ്ഞേ പറ്റൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ ജീവിച്ചു പോകണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പലപ്പോഴും അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ തങ്ങളെ വേട്ടയാടും എന്ന് പറയുന്ന ഭയം, ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റം വേണമെങ്കിൽ ഒരു ലേഖനം എഴുതാൻ കഴിയുന്ന ഒരു വിമർശനമാണ് ഒരൊറ്റ വരിയിലൂടെ, ചെറിയൊരു ആക്ഷനിലൂടെ, ചെറിയൊരു ചിരിയിലൂടെ, വളരെ കുസൃതി നിറഞ്ഞ ഒരു ആക്ടിലൂടെ യഥാർത്ഥത്തിൽ തപ്സി പന്നു നടത്തിയത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. TV9 ഷോയിലെ ആ തപ്സി പന്നുവിൻ്റെ പ്രകടനം അതിഗംഭീരമായിട്ടുള്ള വിമർശനങ്ങളാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിരവധി ഉന്നയിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ.